ഒരു വർഷം കൂടി കാത്തിരിക്കണോ അതോ ഈ വർഷം തന്നെ ഡോക്ടറാവാനുള്ള യാത്ര തുടങ്ങണോ എന്നുള്ളതാണ്. കഴിഞ്ഞ മാസങ്ങളിലായി നിരവധി വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഉസ്ബെക്കിസ്ഥാൻ മെഡിക്കൽ അഡ്മിഷനെ കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനം ലഭിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ആർക്കും ഒരു കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഈ വർഷം കാത്തിരിക്കണോ അതോ മികച്ചൊരു ഓപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് ആലോചിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു വർഷം എന്ന് പറയുന്നത് കലണ്ടറിൽ കാണുന്ന 365 ദിവസം മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അവസരങ്ങളും അതിലെ ഒരുപാട് സമയങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ മാത്രം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഉസ്ബെക്കിസ്ഥാൻ എന്നുള്ള രാജ്യം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ അതിനെ ആശ്രയിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയിട്ടായിരിക്കാം, അവിടുത്തെ അന്തരീക്ഷമാകാം, അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ കാണുന്ന സുരക്ഷിതത്വവും സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കാം. എന്നാൽ ഈ പറയുന്ന ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ തന്നെ സെൻട്രൽ ഏഷ്യയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ അതേ പാക്കേജിൽ, അതേ ഫീസിൽ, അതേ സൗകര്യങ്ങളും അതേ സുരക്ഷിതത്വവും കാര്യങ്ങളും ഒക്കെ അന്തരീക്ഷവും ഒക്കെ ലഭിച്ചുകൊണ്ടുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റികൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്തു തരാം. നിങ്ങൾക്ക് ഇത്രമാത്രം ശ്രദ്ധിക്കുക, ഈ ഒരു സാഹചര്യത്തിൽ പോലും അബദ്ധവശാൽ പോലും നിങ്ങൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓപ്റ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമായ ഒരു തീരുമാനമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതും ഉസ്ബെക്കിസ്ഥാനിൽ അതേ പാക്കേജിൽ, അതേ ബഡ്ജറ്റിൽ, നിങ്ങൾക്ക് അതേ സാഹചര്യത്തിലൂടെ പഠിക്കാൻ പറ്റുന്ന മറ്റു രാജ്യങ്ങളിൽ നിരവധി വിദ്യാർത്ഥികൾ FMGയിൽ പാസ്സായിട്ടുള്ള അത്തരത്തിൽ ഒരു ട്രാക്ക് റെക്കോർഡുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. നിരവധി സ്കോളർഷിപ്പ് അവസരങ്ങളൊക്കെ ഉണ്ട്. ട്യൂഷൻ ഫീസിൽ തന്നെ മികച്ച സ്കോളർഷിപ്പ് അവസരങ്ങൾ ലഭിക്കുന്ന ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ന് സെൻട്രൽ ഏഷ്യയിലുണ്ട്. അത്തരം യൂണിവേഴ്സിറ്റികളെ കുറിച്ചും അതിന്റെ ബഡ്ജറ്റിനെ കുറിച്ചും അത്തരം സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ അറിയുവാനും അതിന്റെ ഗൈഡൻസ് ലഭിക്കുവാനുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, താങ്ക് യു.